എത്ര വേണോ? 1 കിലോ വേണോ? ഗൈസ് വി വെയർ ഓൺ ഓണ പർച്ചേസ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ഓണപരിപാടിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. നമ്മുടെ കൂടെ ഒരു മാം ഉണ്ട്. എന്ത് ഓണ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ ഓണ പ്രോഗ്രാം അല്ല, നാട്ടിലത്തെ അല്ല, ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓണ പ്രോഗ്രാമാണ്. നമ്മളിപ്പോ ഇന്റേൺഷിപ്പിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവിടെ ആട്ടോ സ്റ്റേയും അല്ല. അപ്പോ അവിടുത്തെ അസോസിയേഷൻ മീറ്റിംഗിന് ഓണം പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിന് പോകുന്നുണ്ട്. ഇവിടെ കോവിലിന്റെ ഒരു അപ്പൊ അതിന്റെ പണികളൊക്കെ നടന്നോണ്ടിരിക്കുക. കുഞ്ഞു വേണം പോവാ. ഇതുകൊണ്ട് കുഞ്ഞ് ഈ തമിഴ്നാട്ടിന്റെ സ്പെഷ്യല് അവിടെ എവിടെ തിരിഞ്ഞാലും പോലും കൊറോണ രീതിയിൽ പോലും. അതുപോലെ ഇതാണ് സംഭവമാണ്. അപ്പോഴേക്കും നമ്മൾ പിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടി കുട്ടി സ്വീറ്റ്സ്. എന്ന് വെച്ചാൽ എവിടെ നിങ്ങൾക്ക് പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് എങ്ങോട്ടൊക്കെ ചെന്ന് കയറും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വഴികൾ കാണത്തില്ല. കണ്ടോ, ഇത് ഒരു റോഡാണ്. ഇത് മിക്കവാറും മെയിൻ റോഡായിരിക്കും. അങ്ങനെ നമ്മളിപ്പോ എങ്ങോട്ടാന്ന് വെച്ചാല് നമ്മൾ കേരള ഡിഷായിട്ടുള്ള ഇഞ്ചിക്കറി അച്ചാറും അതിന്റെ കൂട്ടത്തില് ഫംഗ്ഷന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും പിന്നെ പൂക്കളം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പൂക്കളത്തിലുള്ള പൂക്കളും കൂടെ വാങ്ങാനുള്ള പൂക്കാണ് ഇത്. അച്ചാറിന് മാങ്ങ 1 കിലോ വേണം? 2 കിലോ വേണോ? എന്നാൽ 2 കിലോ മാങ്ങയ്ക്ക് എത്ര? 1.5 കിലോ മാങ്ങയ്ക്ക് എത്ര എണ്ണ വേണം? 1 കിലോ മതിയാ? ഡാഡി എന്താ വീട്ടിൽ നമ്മളങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കാണ്. എനിക്ക് പാചകത്തിന്റെ ABCD അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ഇതുണ്ടല്ലോ, തന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ വറ്റൽമുളക് എന്നാണ് പറയുന്നത്. ഇവിടെ അതിന് പാണ്ടി മുളക് എന്നൊക്കെ പറയുന്നു. പൗഡർ പോകും. പൗഡർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ശർക്കര മല്ലിയില നിങ്ങൾ വാങ്ങിയ ഇങ്ങനെ നമ്മുടെ ഇഞ്ചിയും കുറച്ച് സവാള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് പൂവിന് ഓർഡർ എടുക്കാൻ പോകണം. അത് പോവാം. നമ്മൾ അങ്ങോട്ട് പോകുമായിരിക്കും. ഒരു പാക്കറ്റ് പോകും. 2 പാക്കറ്റ്. പുളി, മുളക് പൊടി മതിയോ? മുളക് പൊടി, മഞ്ഞപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, ഉലുവ, കായം, കടുക്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ഓരോ സാധനങ്ങളും അച്ചാറിനുള്ള ഓരോ സാധനങ്ങളും നമ്മൾ എണ്ണ നോക്കുകയാണ്. എല്ലാം വീട്ടുകാരുടെ ഹെൽപ്പോടാണ്. എല്ലാവരുടെ കയ്യിലും ഓരോ ഫോണും ഉണ്ട്, കോളിലും ആണ് എല്ലാവരും. താങ്ക് യു ഫോർ ദ സജഷൻ. അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകും. ജ്യൂസ് അല്ല, ജിഗർദണ്ഡ, മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ കുടിക്കാൻ വേണ്ടി പോവാണ്. ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നമ്മുടെ ആശുപത്രി, നമ്മുടെ ഹോസ്പിറ്റൽ. ഓണത്തിന് ഇവിടുത്തെ സെലിബ്രേഷനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു കൊറിയർ ഓഫീസിൽ വെച്ചിട്ട് നേരെ പോയി നമ്മുടെ ജിഗർദണ്ഡ കുടിക്കാനാണ്. ഇത് നമ്മുടെ മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും കുടിക്കും കേട്ടോ. തമിഴ്നാട്ടിൽ മിക്ക ഷോപ്പിലും കാണും, പക്ഷെ മധുരയിലാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഞാൻ മധുരയിലാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ള പിള്ളേർ ഇത് കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാനും പിന്നെ എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്തിരിക്കാനും കൂടെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഞങ്ങളുടെ മാമും പറഞ്ഞു ഇത് ആ സ്പെഷ്യൽ, ഇത് കുടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ ഇട്ട് സീസണിങ് ചെയ്ത് തരുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഡെക്കറേഷൻ വർക്കും എല്ലാം കഴിയുന്ന സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാതെ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്?
ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. താങ്ക് യു. ഫൈനലി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോഴേക്കും മാമിന്റെ വീട് കാണിച്ചു തരാന്ന് പറഞ്ഞു. നമ്മള് ഇവിടുത്തെ മാം കേട്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, ഡോക്ടേഴ്സിന്റെ ഒരു നാൾക്ക് വരാം. ഓക്കെ. அப்படியா? സൂപ്പറാ ഇருக்கு. ഞങ്ങളുടെ സാർ അതായത് MD ഇവിടെ ഫുൾ വീടായിട്ട് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ ഫുൾ ആൾക്കാരായിട്ടോ അത് ഉള്ളത്. അതും റെന്റ് പോലും ഇല്ലാതെ സൂപ്പർ. ഞങ്ങൾ എൻ്റെ സൂപ്പർ ആട്ടോ. അങ്ങനെ അവിടെ കയറി വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങി പതിയെ നമ്മൾ പോയത് നമ്മുടെ പൂക്കടയിലോട്ടോ. പൂക്കട ലാസ്റ്റ് വെച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ തൊട്ടിപ്പുറത്താട്ടോ പൂക്കട. അങ്ങനെ അവിടെ കയറി നമുക്ക് ഓർഡർ കൊടുക്കണമായിരുന്നു. ഞായറാഴ്ച ആയിരുന്നു പ്രോഗ്രാം. സോ 2 ദിവസത്തിന് നമുക്ക് ഓർഡർ കൊടുക്കണമായിരുന്നു. അന്നത്തെ വില റേറ്റ് അനുസരിച്ചൊക്കെ നമുക്ക് കിട്ടത്തോളും. എന്നാലും നമുക്ക് ഓർഡർ എടുത്താലേ കിട്ടത്തോളും. അങ്ങനെ നമ്മൾ പൂവിൻ്റെ ഓരോത്തിൻ്റെ പേരൊക്കെ ചോദിച്ച് എത്ര കിലോ എന്നൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ലിസ്റ്റ് കൊടുക്കുവാണെങ്കിൽ അവിടെ ലിസ്റ്റ് കൊടുത്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നേരെ നമുക്ക് കോളേജിൽ പോകണം. നമുക്ക് ആഫ്റ്റർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടോ നമ്മൾ ഇറങ്ങി നമുക്ക് റെസ്റ്റാ. ഇനി ഒരു 4:30 നമ്മുടെ അടുത്ത ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, എഴുന്നേക്കണം, അടുത്ത ഡ്യൂട്ടിക്ക് വരണം. അതാട്ടോ നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ള ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഓണ വീഡിയോ കാണാവേ.